എല്ലാവർക്കും നമസ്കാരം. ആത്മീയ കാഴ്ചപ്പാടുള്ളവനും ആത്മീയ കാഴ്ചപ്പാടില്ലാത്തവനും എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. നമ്മൾക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ഫ്രാൻസിസ് മാർപ്പാപ്പ അല്ലേ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എളിമയുടെ ഒരു ആൾരൂപമായിരുന്നു അദ്ദേഹം. കൊട്ടാര സദൃശ്യമായ ഭവനത്തിൽ താമസിക്കാതെ ഒരു നോർമലായിട്ടുള്ള ഒരു ഭവനത്തിൽ താമസിച്ച് തൻ്റെ ആ ഒരു സ്നേഹവും കരുണയും അനുകമ്പയും ഒക്കെ ലോകം മുഴുവൻ പ്രകടിപ്പിക്കുവാൻ തയ്യാറായ ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹമാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. അപ്പോൾ നമ്മൾക്കറിയാം, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു പെന്തക്കോസ്ത സഭയിൽ പോയി അവരോട് മാപ്പൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത്, കത്തോലിക്കർ ഒത്തിരി പെന്തക്കോസ്തുകാരെ വേദനിപ്പിച്ചിട്ടുണ്ട്, അതിന് നിങ്ങളോട് ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്, അതിന് നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി അദ്ദേഹം മാപ്പ് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ആ ഒരു കത്തോലിക്കരുടെ മുഴുവൻ അല്ലേ, ഒരു ക്രിസ്ത്യൻസിൻ്റെ മുഴുവൻ ആത്മീയ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ആ ഒരു സ്ഥാനത്ത് നിന്ന് അദ്ദേഹം എന്താണ്, തൻ്റെ കീഴിലുള്ള ആടുകൾ ചെയ്തു പോയ തെറ്റിന് ഒരു ഇടയൻ എന്ന ആ ഒരു ലേബലിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ്? മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, അങ്ങനെ ഒത്തിരി ഇടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക താഴ്മയും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹവും അനുകമ്പയും ഒക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേ. നമ്മുടെ പാലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള ആ ഒരു വാറിൻ്റെ സമയത്തും എല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുതാപത്തിൻ്റെ വാക്കുകളൊക്കെ അല്ലെങ്കിൽ കരുണാർദ്രമായ വാക്കുകളൊക്കെ നമ്മൾക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. അദ്ദേഹം ഒരിക്കലും യുദ്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. അദ്ദേഹം എന്തിനേറെ പറയുന്നു, നമ്മുടെ ഇന്ത്യയെ വരെ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നു, ഇന്ത്യയിൽ വരണമെന്നൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതാണ്. എന്നാൽ അദ്ദേഹത്തിന് വരുവാനായിട്ട് സാധിച്ചില്ല, ആരോഗ്യസ്ഥിതി വഷളായി. പിന്നെ അദ്ദേഹം ഇപ്പോൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടും പോയി. അതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പൂർത്തീകരിക്കാത്ത ഒരു മോഹമായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് അല്ലേ ഒറ്റ വാക്കിൽ അദ്ദേഹത്തെ പറയുവാനായിട്ട് കഴിയും, നല്ലൊരു ആത്മീയ കാഴ്ചപ്പാടുള്ള വ്യക്തി അല്ലേ. ഒരു ആത്മീയൻ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മളുടെ മുൻപിൽ ഒരു മാതൃകയുള്ള ഒരു ജീവിതം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇദ്ദേഹം എന്തിനാണ് ആ ഒരു ഇത്രയും മാതൃകയുള്ള ഒരു ജീവിതം കൊടുത്തത്? അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന ആൾക്കാർ അല്ലേ, ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരൊക്കെ ആ ഒരു മനോഭാവം അവരുടെ ഉള്ളിൽ ഉണ്ടാകണം. മറ്റുള്ളവരോട് സ്നേഹവും കരുണയും അനുതാപവും ഒക്കെ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഇനി രണ്ടാമത് എന്താണ്? അനുകമ്പയുണ്ടാകണം അല്ലേ, അലിവുണ്ടാകണം. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്? ഒരു എളിമയുണ്ടാകണം ജീവിതത്തിൽ അല്ലേ. എളിമയുടെ ആൾരൂപമായിരിക്കണം ആത്മീയ നേതൃത്വം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അവിടെ വരച്ചു കാട്ടുകയായിരുന്നു. അപ്പോൾ ഇന്നുള്ള ആത്മീയ നേതൃത്വത്തിന് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു അദ്ദേഹം. കാരണം ഇന്ന് നമ്മൾക്കറിയാം, ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന ഒരു 75% ആൾക്കാരും എന്താണ്, 75% എല്ലാം ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടണം, എല്ലാവരും ഞങ്ങളെ ബഹുമാനിക്കണം, ആരും ഞങ്ങളെ ഒന്നും പറയരുത് എന്നൊക്കെയുള്ള ഒരു മനോഭാവത്തിലുള്ളവരാണ്. ബാക്കി 25% ആ ഒരു മനോഭാവമുള്ളവരുമുണ്ട്. എന്ന് വെച്ചാൽ അവർ മാർപ്പാപ്പനെയൊക്കെ പോലെ നല്ലൊരു മനോഭാവമുള്ള നേതാക്കന്മാരുമുണ്ട്. എനിവേ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇനി ഈ ആത്മീയ നേതൃത്വത്തിലുള്ളവരുടെ വിടട്ടെ. ഇനി നമ്മുടെ വിശ്വാസികളായ നമ്മളുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിലോട്ട് വന്നാലോ, നമ്മളുടെയൊക്കെ ആത്മീയ കാഴ്ചപ്പാടുകൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മളുടെയൊക്കെ ആത്മീയ കാഴ്ചപ്പാടുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് തുറന്ന് നോക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. നമ്മൾക്കറിയാം, എന്താ പറയുക, നമ്മളുടെ ഓരോ സംഭവങ്ങൾ വരുമ്പോഴും ആത്മീയമായി നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു അല്ലേ. അത് ലോകപരമായ കാര്യങ്ങളാണെങ്കിലും ആത്മീയമായ കാര്യങ്ങളാണെങ്കിലും അതിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ആത്മീയ കാഴ്ചപ്പാട് എന്താണെന്ന് വിലയിരുത്തപ്പെടുന്നത് അല്ലേ. ഈ കഴിഞ്ഞ സൺഡേ ചർച്ചിൽ ചെന്നപ്പം എൻ്റെ ചർച്ചിൽ ഒരു ആൻറ്റി ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങൾ സ്തോത്ര കാഴ്ചയൊക്കെ ഇടാൻ പോയ സമയത്ത് ഓടി വന്ന് എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ഉടനെ ആൻറ്റി എന്നോട് ചോദിച്ചത്, അതിനകത്തുനിന്ന് എത്ര പൈസ കിട്ടും? പൈസ കിട്ടും അതിനകത്തുനിന്ന് എത്ര പൈസ കിട്ടുമെന്ന്. ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാൻ പോയില്ല. ഞാൻ പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കിട്ടുമായിരിക്കുമെന്ന് മാത്രം ഞാൻ പറഞ്ഞു. അത്രയും മാത്രം പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പുള്ളിക്കാരത്തിക്ക് എൻ്റെ വീഡിയോകൾ കണ്ടിട്ട് ഇത് പൈസ ഉണ്ടാക്കുന്ന ഒരു ചാനലായിട്ടാണോ ഈ പുള്ളിക്കാരത്തിക്ക് തോന്നിയതെന്ന് ഞാൻ ഒരു വേള മനസ്സിലങ്ങ് വിചാരിച്ചു പോയി. കാരണം പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ഈ കളിയൊന്നുമല്ല കളിക്കേണ്ട അല്ലേ. പൈസ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ മറ്റു ചാനലുകൾ നമ്മൾക്ക് നോക്കിയാൽ അറിയാം, അവർ പൈസ ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടുകൾ പലതും അതിനകത്ത് കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇനി ഒരു ആത്മീയമായിട്ടുള്ളൊരു ടോക്കൊക്കെ ഉള്ളൊരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് പൈസയ്ക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. എന്നുവെച്ചാൽ പൈസ കിട്ടിയാൽ നമ്മൾ മേടിക്കത്തില്ല എന്നല്ല, പൈസ കിട്ടിയാൽ നമ്മൾ മേടിക്കും, നമ്മളും എഫേർട്ട് എടുക്കുന്നുണ്ട്, അത് വേറൊരു ഒരു ഭാഗത്ത്. എന്നാൽ നമ്മുടെ മെയിൻ ലക്ഷ്യം എന്താണ്? അതല്ലല്ലേ. കാരണം എന്താണ്,
നമ്മൾക്ക് എത്തപ്പെടാൻ പറ്റാത്തടത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് തുറന്ന് പറയാൻ പറ്റാത്തതൊക്കെ നമ്മൾക്ക് പറയാം. നമ്മൾക്ക് എത്തപ്പെടാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് ഒരു വാക്കെങ്കിലും നമ്മളുടെ വായിൽ നിന്നും ഒരു സുവിശേഷം വീഴുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല വാക്ക് വീഴുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു പ്രചോദനമാകുന്ന വിധത്തിലൊരു മോട്ടിവേഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് വീഴുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾക്കൊരു സന്തോഷം കണ്ടെത്തുവാനായിട്ട് കഴിയുന്നുണ്ടല്ലേ. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ ആ പുള്ളിക്കാരത്തെ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളാണ് അല്ലേ. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്നത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് അനുസരിച്ചിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഇനി അതേ ചർച്ചിലെ തന്നെ വേറൊരു പുള്ളിക്കാരത്തി എന്നോട് കുറച്ച് ആഴ്ചകൾക്ക് മുൻപെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു, വീഡിയോ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ, നല്ലതാണ് കേട്ടോ എന്ന് പറഞ്ഞു. വേറൊരു ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ബ്രദർ, പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല പ്രസൻറ്റേഷനാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, എനിക്കിപ്പം ആരുടെയെങ്കിലും നല്ല വാക്കുകൾ കിട്ടിയാലും നല്ല വാക്കുകൾ കിട്ടിയില്ലെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. കാരണം എനിക്കിതിനൊരു ലക്ഷ്യമുണ്ട്. ദൈവം എന്നെ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുമായിട്ട് ഞാൻ മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളാണ് ഞാൻ പറയുന്നത്. ആത്മീയ കാഴ്ചപ്പാടുകൾ അല്ലേ. ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലും അവൻ എന്താണ്, അതിനകത്തൊരു ആത്മീയം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കും അല്ലേ. അതാണ് ഒരു ആത്മീയൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ആത്മീയ കാഴ്ചപ്പാടുള്ളവൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അല്ലാത്തവൻ എന്താണ്, അവൻ എപ്പോഴും അതിനകത്തൊരു ജഡികമായ കാര്യങ്ങൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കും. ഇതിൻ്റെ ഇടയിലും വന്നിട്ട് ചിലരൊക്കെ പറയും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ ഡയലോഗ് അടിക്കുന്ന കേൾക്കുക. അവരുടെ വർത്താനം കേട്ടാൽ നമ്മളിവിടെ എന്താ പറയുക, പിന്നെ ഏതാണ്ട് അങ്ങ് ഞാൻ പറയണില്ല, ഞാൻ ഏതാണ്ട് വിധത്തിലൊക്കെ നമ്മളങ്ങ് ഇരുന്ന് കാണിച്ചിട്ടെന്ന് വെച്ചാൽ ബോഡി ഒക്കെ എക്സ്പോസ് ചെയ്തിട്ടിരുന്നോണ്ട് ഏതാണ്ടൊക്കെ അങ്ങ് കാട്ടിക്കൂട്ടുകയാണെന്നാണ് ഈ ചില ആൾക്കാരുടെയൊക്കെ, അതായത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയുന്ന ടീമുകളുടെയൊക്കെ ഒരു വിചാരം അങ്ങനെയാണ്. എന്ന് വെച്ചാൽ അവർക്ക് അതിനെയൊക്കെ ആ ഒരു രീതിയിലേ കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ. എന്നാൽ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം ആത്മീയ കാഴ്ചപ്പാടുള്ളവർക്ക് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാകും. അവർ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും അല്ലേ. എന്ന് വെച്ചാൽ എല്ലാ നെഗറ്റീവ് കമൻറ്റുകളെയും അല്ല ഞാൻ പറഞ്ഞതും. നെഗറ്റീവ് കമൻറ്റുകൾ വേണം, എന്നാലേ നമ്മൾക്കതൊക്കെ എന്താ പറയുക മുൻപോട്ട് നമ്മൾക്ക് കറക്റ്റ് ചെയ്ത് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണ്, എല്ലാവരും തികഞ്ഞവരൊന്നുമല്ല. എന്നാൽ ഈ പൈസ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറയുന്നത് എന്താണ്, ഇത് പൈസ നമ്മുടെ ഇന്ത്യൻ മണിയായിട്ടല്ല നമ്മൾക്ക് അക്കൗണ്ടിലോട്ട് വരുന്നത്, ഇത് ഡോളറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഈസിയാണ്, ഒരു എന്താ പറയുക യൂട്യൂബിൻ്റെ മുൻപിൽ ഒരു ക്യാമറയും വെച്ചങ്ങ് ഇരുന്നാൽ അത് ഈസിയാണെന്നാണ്. ഈസിയൊന്നുമല്ല. ഇതിനകത്ത് 100 കാര്യങ്ങളുണ്ട്. ഒറ്റയടിക്ക് $100 യൂട്യൂബ് കട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ചെറിയ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളായിരിക്കും. എന്ന് വെച്ചാൽ യൂട്യൂബ് ഇതിനെ അത്ര ഒരു പ്രൊഫഷണൽ മോഡായിട്ടാണ്, പ്രൊഫഷണൽ രീതിയിലാണ് ഇതിനെ കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ക്രിയേറ്ററായിട്ടുള്ള ഓരോരുത്തരും എന്തായിരിക്കണം, ഒരു പ്രൊഫഷണൽ വേയിൽ തന്നെ ഇതിനെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്നാണ് യൂട്യൂബ് നമ്മളോട് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് ഒരു കുട്ടിക്കളിയല്ല, ഒരു തമാശക്കളിയല്ല, അതിനെ പ്രൊഫഷണൽ ആയിട്ട് നമ്മളതിനെ കാണണം എന്നാണ് യൂട്യൂബ് നമ്മൾക്ക് തരുന്ന ഉപദേശം. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, ആത്മീയ കാഴ്ചപ്പാടുള്ളവൻ്റെയും ആത്മീയ കാഴ്ചപ്പാടില്ലാത്തവൻ്റെയും ലക്ഷണങ്ങളാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആത്മീയ കാഴ്ചപ്പാടുള്ളവൻ എന്തും ആത്മീയമായിട്ട് കാണും, ആത്മീയ കാഴ്ചപ്പാടില്ലാത്തവൻ എല്ലാം ജഡികമായിട്ട് കാണും. അത്രയേ ഉള്ളൂ അതിനകത്ത് ഒറ്റ വാക്കിൽ പറഞ്ഞാലുള്ള കാര്യം. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആരെക്കുറിച്ചാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ചാണ് പറഞ്ഞു വന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹം അത്രയും വലിയൊരു അല്ലേ വത്തിക്കാൻ്റെ ഒരു വലിയ ഭരണാധികാരിയാണ്. അപ്പോൾ അത്രയും വലിയൊരു പൊസിഷനിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പെന്തക്കോസ്ത് ചർച്ചിലൊന്നും പോയിട്ട് അദ്ദേഹത്തിന് എന്ത് പറയേണ്ട കാര്യമില്ല, ഒരു ക്ഷമയൊന്നും പറയേണ്ട യാതൊരു കാര്യവുമില്ലല്ലേ. പക്ഷേ അദ്ദേഹം അങ്ങനെ പറയുവാൻ തീരുമാനമെടുത്തത് എന്തുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മീയ കാഴ്ചപ്പാട് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുമല്ലേ. അദ്ദേഹത്തിൻ്റെ ആത്മീയ കാഴ്ചപ്പാട് അത്ര വലുതായിരുന്നു. ഇന്ന് നമ്മൾക്കറിയാം, എനിക്ക് തോന്നുന്നു ഇന്ന് ഈ കത്തോലിക്കരെയൊക്കെ എടുത്താൽ അവരാന്ന് തോന്നുന്നു ഇന്ന് പെന്തക്കോസ്തിനെ ഏറ്റവും വലിയ ശത്രുപക്ഷത്ത് നിർത്തുന്നത്. അവർക്ക് ഈ കത്തോലിക്കർക്കും അതുപോലെയുള്ള കുറച്ച് ആത്മീയ കാഴ്ചപ്പാടില്ലാത്ത വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്, അവർ പെന്തക്കോസ്തുകാരെ ഒരു പുച്ഛ മനോഭാവമാണ് അവർക്ക്. നമ്മൾക്ക് തിരിച്ചവരോട് എന്താണ്, ഒരു സഹതാപ മനോഭാവമാണ്. എന്തുകൊണ്ടാണ്, അയ്യോ ഇവരുടെ ഒന്നും കണ്ണ് തുറന്നില്ലല്ലോ, ഇന്നും ഊമവിഗ്രഹങ്ങളുടെ മുൻപിലാണല്ലോ ഇവരിയ്ക്കുന്നത് എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾക്ക് അവരോട് സഹതാപവും അവർക്ക് നമ്മളോട് പുച്ഛവുമാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്, ആത്മീയ കാഴ്ചപ്പാടുകൾ അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ആത്മീയ കാഴ്ചപ്പാടുകളാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ദിവസങ്ങളിൽ നമ്മളുടെയൊക്കെ ഒരു ആത്മീയ കണ്ണ് തുറക്കണം, ഒരു ആത്മീയ കാഴ്ചപ്പാടുകൾ നമ്മൾക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മളുടെയൊക്കെ ഒരു ആത്മീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാത്തിനകത്തും നമ്മളിങ്ങനെ ഓവർ ആത്മീയം കളിക്കണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ സാമൂഹ്യ ജീവിയാണ്, നമ്മൾ ലോകപരമായ കാര്യങ്ങളിൽ ഇടപെടേണ്ടിടത്ത് നമ്മൾ ഇടപെടണം. എന്നാൽ അവിടെയൊക്കെ ഒരു ആത്മീയൻ സൂക്ഷിക്കേണ്ട ആത്മീയത നമ്മൾ കീപ്പ് ചെയ്യുകയും വേണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ ആത്മീയമായ അകക്കണ്ണൊന്ന് തുറക്കണമേ, ആത്മീയ കാഴ്ചപ്പാടുകളെ എനിക്കൊന്ന് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നല്ല നല്ല ആഗ്രഹങ്ങളാണ്.
ആഗ്രഹങ്ങളാണല്ലേ. ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് സാധിപ്പിച്ചു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഹൃദയത്തിൻ്റെ നല്ല ആഗ്രഹത്തെ സാധിപ്പിച്ചു തരുന്ന ദൈവം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളുടെയൊക്കെ ഒരു ആത്മീയ ഉൾക്കാഴ്ചകൾ നമ്മൾക്ക് ലഭിക്കുവാൻ, അതായത് ആത്മീയ കണ്ണൊന്ന് തുറക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രയത്നിക്കണം, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. എനിവേ, അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.